ഗണേഷ് കുമാറിന് 23 വർഷം 24 വർഷം പഴക്കമുള്ള വണ്ടികൾ ഉപയോഗിക്കാം, പൊതുജനങ്ങൾക്ക് മൊത്തം ഉപയോഗിക്കാം. എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല? ഒരു ഡോക്ടർ ഓടിപ്പോയി പിറ്റേന്ന് എന്തായാലും സർജറി ചെയ്യത്തില്ലല്ലോ. അതുകൊണ്ട് ഏത് മേഖലകളിലും ഉണ്ടാവും. വളരെ കുറച്ച് പഠിച്ച് അവർ പ്രാക്ടീസ് ആയിട്ടായിരിക്കും ഈ പഠിക്കുന്ന പിള്ളേർ റോഡിൽ ഇറങ്ങുന്നത്. പിന്നെ ക്ലച്ചില്ലാതെയും ബ്രേക്കില്ലാതെയും സാറന്മാർ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നു എന്ന് പറയുന്നത് എന്ത് സുരക്ഷയാണ് അതിനുള്ളത്? എന്ത് സുരക്ഷ? ഞാൻ ചോദിക്കട്ടെ, ഒരു MBBS പാസ്സായി വന്ന ഒരു വിദ്യാർത്ഥി പിന്നെ നാളെ തൊട്ട് സർജറി ചെയ്യാൻ തുടങ്ങുമോ? തുടങ്ങത്തില്ല. അവരും പ്രാക്ടീസ് കൊണ്ട് പതുക്കെ ആകത്തുള്ളൂ. ഡോക്ടർമാരുടെ ജോലി എന്താ? ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ്. ഞങ്ങളും പൊതുനിരത്തിൽ ഒരാളുടെയും ജീവൻ അപകടപ്പെടാൻ ഉള്ള രീതിയിൽ ഒരിക്കലും ചെയ്യുന്നില്ല. അപകടങ്ങൾ ഉണ്ടാക്കുന്ന ഒരിക്കലും ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളല്ല. വർഷങ്ങളായി വണ്ടി ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ളവരാണ് ഈ അപകടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ല ഇന്ന് പഠിച്ചിറങ്ങി ലൈസൻസ് എടുത്ത് നാളെ പോകുന്ന ഒരാളല്ല. അവരങ്ങനെ പോകണമെങ്കിൽ അതായത് ലൈസൻസ് ഉള്ള ഒരാളുടെ സപ്പോർട്ടോട് കൂടി മാത്രമേ അവർ ഇറങ്ങത്തുള്ളൂ റോഡിൽ. അല്ലാതെ ഒരിക്കലും ഒരാൾ റോഡിൽ ഇറങ്ങി പോകുന്നില്ല ഒറ്റയ്ക്ക്. ഭരണം തട്ടിയെടുക്കാനല്ല, ജീവിക്കാനാണ് ഈ സമരം, ജീവിക്കാനാണ് ഈ സമരം. അദ്ദേഹം പറയുന്നതിന് കഴമ്പില്ല. കാരണം അടിസ്ഥാനപരമായി ഒരു സ്കൂളിനും സ്ഥലമില്ല. അതുമാത്രമല്ല, അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി തന്നിട്ടില്ല. പിന്നെ പെട്ടെന്നൊരു മാറ്റം വേണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടാൽ ഏത് തരത്തിൽ അത് നടത്തി കൊടുക്കാൻ ഡ്രൈവിംഗ് സ്കൂളുകാരൻ ബാധ്യസ്ഥനാകും? ആ ചോദ്യത്തിന് അദ്ദേഹം മറുപടി ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പരിഷ്കാരങ്ങളെ എതിർക്കുന്നവരല്ല. ഞങ്ങൾക്ക് പരിഷ്കാരം ആവശ്യമാണ്. കാലഘട്ടത്തിനനുസരിച്ച് ഡ്രൈവിംഗ് സ്കൂളുകളുടെ ഉന്നമനം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഗവൺമെൻറ് ഒരുക്കി തരാത്തിടത്തോളം കാലം ഈ ഒരു വാദത്തിന് വേണ്ടി തർക്കിക്കാൻ വേണ്ടി മാത്രം അദ്ദേഹം എടുത്തു വെച്ച ഒരു മുടന്തൻ ന്യായമാണ്. ടെസ്റ്റ് നല്ല രീതിയിൽ തന്നെ നിലവാരമുള്ള തരത്തിൽ തന്നെ നടത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഏത് തരം നിലവാരത്തിലേക്ക് വരണമെന്ന് വെച്ചാലും ആ നിലവാരത്തിലേക്ക് വരാൻ ഞങ്ങൾ പ്രൈവറ്റ് സ്കൂൾ ഉടമകൾ തയ്യാറാണ്. പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിൽ ടെസ്റ്റിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ഒരാൾക്ക് കഴിഞ്ഞ മാസം വരെ ഇന്ന് ലേണേഴ്സിന് ആപ്ലിക്കേഷൻ കൊടുത്താൽ പിറ്റേ ദിവസം ആപ്ലിക്കേഷൻ നമുക്ക് ടെസ്റ്റിന് ഇവിടെ അറ്റൻഡ് ചെയ്യാമായിരുന്നു. ഇന്ന് 3 മാസം കഴിഞ്ഞുള്ള ഒരു ഡേറ്റാണ് നമുക്ക് ലേണേഴ്സിന് പോലും കിട്ടുന്നത്. ഒരു വിദ്യാർത്ഥി ഞങ്ങളുടെ മുന്നിൽ വന്നാൽ 1 വർഷം കഴിഞ്ഞ് ലൈസൻസ് എടുത്ത് പോകാൻ കഴിയത്തുള്ളൂ. 18ാമത്തെ വയസ്സിൽ ലൈസൻസ് കിട്ടുമെന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടുത്തെ ഇങ്ങനെ ഈ പുതിയൊരു നിയമം അനുസരിച്ചാണെങ്കിൽ അപേക്ഷകൾ കുന്നുകൂടും. കൂടാതെ തന്നെ 1 വർഷം എന്നുള്ളത് 1.5 വർഷം കഴിഞ്ഞാലും ഇവർക്ക് ടെസ്റ്റ് എടുത്താൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് പോകും. KSRTC അപകടങ്ങളാണല്ലോ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നത്. അപ്പം നമ്മുടെ അറിവിൽ തന്നെ ഒരുപാട് പേര് KSRTC ബസ്സിൻ്റെ ആക്സിഡൻറ്റിൽ മരണപ്പെട്ടതായിട്ട് നമുക്കറിയാം. പക്ഷേ അത് ആ ഒരു സാഹചര്യം നിലനിൽക്കെ ഈ ഡ്രൈവിംഗ് സ്കൂളുകളോട് ഈ ഗവൺമെൻറ് കാണിക്കുന്ന അങ്ങേയറ്റം നീതി കെട്ട ഒരു പരിപാടിയാണ് ഇപ്പം നടക്കുന്നത്. ഇപ്പം ഗവൺമെൻറ് പറയുന്ന ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ മന്ത്രി പറയുന്നു ഡ്രൈവിംഗ് സ്കൂളുകളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികളാണ് അപകടങ്ങൾ ഉണ്ടാക്കുന്നതെന്ന്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരിക്കലും ഒരു കുട്ടി പാസ്സായി തൊട്ട് പിറ്റേ ദിവസം അവൻ സ്വമേധയാ വണ്ടി എടുത്തുകൊണ്ട് പോവില്ല. ഒന്നുകിൽ ലൈസൻസ് ഉള്ള ഒരു വ്യക്തി അവരുടെ കൂടെ കാണും. ഒരിക്കലും അങ്ങനെ പോകുന്ന ഒരു കുട്ടിയിൽ നിന്ന് ഇതുവരെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായതായിട്ട് നമുക്കറിയില്ല. പിന്നെ വർഷങ്ങളോളം എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർമാരാണ് ഈ അപകടങ്ങൾ ഉണ്ടാക്കിയേക്കുന്നത്. ഗണേഷ് കുമാർ പറയുന്ന ഒരു നിയമം കൊണ്ടുവരുമ്പോൾ ഈ ഗ്രൗണ്ട് സർക്കാർ തരുമോ? നമുക്ക് ഇത് പഠിപ്പിച്ചിറക്കാനുള്ള ഒരു സംവിധാനം ഈ സർക്കാർ തരുമെങ്കിൽ നമുക്ക് അതിനകത്ത് വലിയ സന്തോഷമാണ്. ഈ ഗ്രൗണ്ടിൻ്റെ ഫെസിലിറ്റീസ് സർക്കാർ ഉണ്ടാക്കി തരികയാണെങ്കിൽ സർക്കാർ പറയുന്ന ഈ കാര്യങ്ങളിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ നല്ല സന്തോഷമാണ്. അതേപോലെ 15 വർഷം കഴിയുന്ന വണ്ടികൾ മാറ്റണമെന്ന് പറയുന്നതിനോട് യാതൊരുവിധ ഉചിതമായ ഒരു കാര്യവും ഗണേഷ് കുമാർ അതിനകത്ത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നറിയില്ല. 20-25 വർഷമായ വണ്ടികൾ ഇപ്പോഴും കിടന്ന് ഓടുന്നുണ്ട്. 15 വർഷം കഴിഞ്ഞ വണ്ടികളും 20 വർഷം കഴിഞ്ഞ വണ്ടികളും ഓടുന്ന ഇതേ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് ഡ്രൈവിംഗ് സ്കൂളുകാരൻ്റെ വണ്ടി 15 വർഷം കഴിഞ്ഞത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു? അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് വ്യക്തമാക്കി തരണം.